നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിടുക്കൻ താറാവ് കറിയാണ്. താറാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ സ്റ്റൈലിലൊരു താറാവ്. വീട്ടിലൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യില്ലേ, ആ രീതിയിൽ തീർത്തും നാടൻ സ്റ്റൈലിലാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 താറാവിനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ട, ഇതാണ് നമ്മുടെ മുതല്. നമ്മളൊന്ന് പടക്കാൻ പോണത് ഇതിനെയാണ്. അപ്പോൾ അത്ര ഭയങ്കര വലിയ താറാവൊന്നും അല്ല, ഒരു മീഡിയം താറാവാണ്. ഇന്നലെ നമ്മൾ കുട്ടനാട് പോയപ്പോൾ മേടിച്ചതാണ്. നമുക്ക് ആദ്യം താറാവൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെട്ടി പീസാക്കാം. നമ്മളിത് മുഴുവനോടുകൂടിയാണ് മേടിച്ചേക്കുന്നത്. ഈ സംഭവം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ കഴുത്തൊക്കെ അങ്ങോട്ട്, അതുപോലെ തന്നെ കാലും അങ്ങോട്ട് വെട്ടി മാറ്റാം. ഇനി ഇതങ്ങോട്ടൊന്ന് പൊളിക്കണം. അതുപോലെ തന്നെ താറാവിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കണ്ട, നമ്മുടെ ക്യാഷ്യൂനട്ട് മാതിരി ഇരിക്കുന്നൊരു സാധനമാണിത്. ഈ സാധനം നിങ്ങൾ എടുത്ത് കളയണം. ഇതൊരു മുഷിക്കാണ്. കാരണം ഇത് കറിയിൽ വീണിട്ടുണ്ടെങ്കിൽ കറിയുടെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും. ഈ ബാക്ക് സൈഡിൽ ഇതങ്ങനെ നിങ്ങൾ എടുത്ത് കളയണം. ഇതാണ് സാധനം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ താറാവിനെ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മുറിക്കുന്നത്. ആദ്യത്തെ താറാവിനെ നമ്മൾ കട്ട് ചെയ്തായിരുന്നു. അടുത്ത താറാവിനെടുക്കും. ഇന്നലെ കുട്ടനാട് പോകുമ്പോൾ മേടിച്ചതാണ് ഈ താറാവിനാണ്. കുട്ടനാട് നമ്മുടെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടനാട് വഴി പോയപ്പോൾ മേടിച്ചതാണ്. അത്ര നല്ല താറാവൊന്നും അല്ല, ഞാൻ പറയാറുണ്ട്. കാരണം താറാവ് കറി വെക്കണമെങ്കിൽ നല്ല താറാവിനെ തന്നെ വെക്കണം. ഒരു ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇതുണ്ട്, ഒന്നുകൂടെ കണ്ടോളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇത് നോക്കിയേ. ആദ്യം എടുത്തത് മര്യാദക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇത് കണ്ട, ഈ കാഷ്യൂനട്ട് മാതിരി ഇരിക്കുന്ന ഈ സാധനമാണ്. അപ്പോൾ ഇത് വെട്ടി മാറ്റിയില്ലെങ്കിൽ ആ കറി ആകെ കുടിച്ചോറായി പോകും. അപ്പോൾ നമുക്ക് ഇതും അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം, മുറിച്ചെടുക്കാം. നമ്മുടെ താറാവിനെ ഞാൻ 2 കട്ട് ചെയ്ത് അകത്തോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതിന് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വേപ്പല, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, അത്തരം സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാടൻ സ്റ്റൈലിൽ തന്നെയാണ് വെക്കുന്നത്. നാടൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ വീട്ടിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പടക്കാമ്പോഴാണ് ആദ്യം നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിൻ്റെ അകത്തേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോണേണ്. ഇത് കണ്ട, ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടങ്ങോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, അതിൽ നിന്ന് കുറച്ച് പച്ചമുളക് ഇടണേണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പാതി പച്ചമുളക് ഇടണേണ്. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ, അതൊരല്പം ഇടാം. ഇത് നമ്മുടെ കറിവേപ്പില സ്വല്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരല്പം സവാള എന്ന് വെച്ചാൽ നമ്മുടെ വലിയുള്ളി, അതും ഒരല്പം ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടികളിടുന്നത്. ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കണ്ട, ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരല്പം ഇട്ടങ്ങോട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടായിരുന്നു. ഒരല്പം കുരുമുളക് പൊടി. കുരുമുളക് നമ്മളിവിടെ പൊടിപ്പിച്ചതാണ്, അല്ലെ പൊടിച്ചതാണ്. കുരുമുളക് പൊടി ഒരല്പം ഇട്ട് കൊടുക്കുക. ഒരല്പം ഗരം മസാല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം.
ഒക്കെ നിങ്ങൾ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഒരു കാരണവശാലും മുളക് പൊടി ഇടരുതിട്ടാണ്. അപ്പോൾ ഇത്ര സംഭവം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇതിൽ നമ്മൾ മുളകിന് വേണ്ടിയിട്ട് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ഇട്ടേക്കുന്നത്. മുളക് പൊടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താറാവ് വെക്കുമ്പോൾ ഒരു കാരണവശാലും ഇടരുത്. ഇതൊക്കെയായിട്ട് നമ്മൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു ലെവലിൽ ഇരുന്നോട്ടെ കേട്ടോ. നമ്മൾ അപ്പോൾ താറാവിൻ്റെ അകത്തേക്ക് എല്ലാ സംഭവങ്ങളും ഇട്ട് നന്നായിട്ട് തിരുമിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടപ്പങ്ങോട്ട് കത്തിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഈ സംഭവം എടുത്തണം വെക്കുക. ഇനി ഈ താറാവ് ചെറുതീയിലിരുന്ന് വേകണം കേട്ടോ. നന്നായിട്ട് തീ കൊടുക്കരുത്, കാരണം നമ്മൾ കുക്കറിലൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പം ചെറിയ തീയിലിരുന്ന് വേവുക. ഇവിടെ അങ്ങോട്ട് ഇരിക്കും. നമ്മുടെ താറാവ് നന്നായിട്ട് വേകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതുപോലെ ഈ പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിട്ടുക്കനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഒന്ന് തുറന്ന് നോക്കി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ പൊടിക്ക് വെള്ളം ചൂടാക്കി ഒഴിക്കുകയും ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോരെങ്കിൽ നിങ്ങളുടെ പച്ചവെള്ളം ഒഴിക്കരുതിട്ട്, വെള്ളം ചൂടാക്കി തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കറി അങ്ങോട്ട് പോകും. അപ്പോൾ സംഭവം കൊള്ളാം. അപ്പോൾ ഇനി വെന്തിട്ടുണ്ടാകുമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് വാങ്ങി വെക്കാം. നമ്മുടെ താറാവ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് താളിക്കണം. ആദ്യം ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ തൊട്ടപ്പുറത്ത് അടപ്പിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താറാവിനെ അങ്ങോട്ട് താളിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അടപ്പ് വീണ്ടും ഒന്ന് കത്തിക്കാം. പിന്നെ അതിൽ നമ്മളൊരു ചട്ടി വെക്കണുണ്ടാകും. ചട്ടി നന്നായിട്ട് ചൂടായിരുന്നു കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം സവാള ഇട്ട് കൊടുക്കുന്നതാണ്. സവാള എന്ന് വെച്ചാൽ വലിയുള്ളിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട, ഇതൊരല്പം വെളുത്തുള്ളിയാണ്, അതും ഒരല്പം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ പച്ചമുളക്, ഇത് ശകലം ഇഞ്ചിയാണ്. ഇത് കണ്ട, ഇത് നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും അതുപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരല്പം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി എന്ന് വെച്ചാൽ 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് 2 താറാവല്ലേ ഉള്ളത്, അതുകൊണ്ട് 2 ചെറിയ തക്കാളിയാണ്. തക്കാളി ഇട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പുണ്ടെങ്കിലാണ്, പുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈസൊരു പുളി ഉണ്ടെങ്കിലാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടാ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം പൊടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി ഒരല്പം ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കെല്ലാം പൊടിച്ചൊരു മസാലയാണ്. ഇത് കണ്ട, നമ്മൾ ആദ്യം ഒരല്പം ഇട്ടായിരുന്നു, അതൊരല്പം കിടക്കട്ടെ. ഇനിയാണ് നമുക്കിതിലേക്ക് കുരുമുളക് ഇടേണ്ടത്. ഈ താറാവ് കറിയുടെ എരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ്. കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും. മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. കുരുമുളക് നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച താറാവിൻ്റെ പീസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ താറാവിന് ഞാൻ മസാലയിലേക്ക് ഇട്ടായിരുന്നു. മസാലയിലേക്ക് ഇട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകിയ വെള്ളം ഒരല്പം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. പാത്രം കഴുകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താറാവിന് വെച്ചില്ലായിരുന്നു. അത് ആ മസാല എല്ലാം കൂടി കഴുകിയിട്ട് ഒന്ന് ചൂടാക്കിയാണ് അത് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊടിക്ക് വെള്ളം വേണം. ഇത് നോക്കിയേ, ഈ ഒരു പരുവത്തിൽ നിൽക്കണം. സംഭവം കിടക്കനാണ്. നോക്കിയേ, നന്നായിട്ട് വെള്ളത്തേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതങ്ങനെ പൊടിക്ക് വലുതാക്കി മുറിച്ചേക്കണം. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആ രീതിയിൽ നിങ്ങൾ മുറിക്കണം കേട്ടോ. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. കാരണം ഉരുളക്കിഴങ്ങ് കൂടി ഉണ്ടെങ്കിലാണ് ആ താറാവ് കറി ഒരു ഗുണമാക്കുന്നത്. ഇനി ഇത് ഇവിടെ ഒന്നും നമ്മുടെ വേഗത്തെ, കാരണം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ കറി കെട്ടിയ ഇത് കണ്ടോ ആദ്യം പൊളിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇനി നമുക്ക് ഇതിനകത്ത് ശകലം പരിപാടിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഇറക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാഷ്യൂനട്ട്, അതായത് കശുവണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കശുവണ്ടി അരച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അവസാനം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇത് കണ്ടേ, ഇപ്പം ഈ കറിയുടെ ലെവൽ അങ്ങോട്ട് മാറും കേട്ടോ. സാധാരണ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാലും കശുവണ്ടിയും കൂടി അരച്ചത് ഒഴിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് കശുവണ്ടി മാത്രമാണ്. അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇതങ്ങോട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പരിപാടി തീരണേന്. നമ്മുടെ താറാവ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രെഡും കൂടിയാണ് കേട്ടോ. ഇത് പച്ചറൊട്ടിയാണ്. അപ്പോൾ ഈ സംഭവം കൂടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നല്ല കോമ്പിനേഷനാണ്. ഇതൊന്ന് എടുക്കാം നമുക്ക്. ഇത് നോക്കിയേ, നല്ല പൊള്ളിയാണ് കേട്ടോ സംഭവം. ഇത് കണ്ടോ, അടിപൊളിയാണ് കേട്ടോ സംഭവം. ഇതുണ്ടതാവും. ഇതൊക്കെ നന്നായിട്ടുള്ള ബന്ധട്ടുണ്ടെന്നുള്ളതാണ് താറാവ്. ഇതുണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടക്ക ഡിസ്ലൈക്ക്.